my dear friends. Welcome back to another episode of A to Z Art. This is me, Pinky Robin. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് മാർബിൾ കേക്ക് ഉണ്ടാക്കാം. മാർബിൾ കേക്ക് എന്ന് പറയുന്നത് കേക്ക് മാത്രമല്ല, ഒരു ആർട്ട് കൂടെയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ അവൻ 160°C 15 to 20 minutes പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു 3 മുട്ട എടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ 184 ഗ്രാംസ് യോഗട്ട് ആഡ് ചെയ്ത് ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പാലൊഴിക്കുക, പ്ലസ് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കറിയാം മുട്ട നമ്മൾ ഓൾറെഡി നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈക്വലായിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇല്ലെങ്കിൽ നിങ്ങൾ മുട്ട ആദ്യം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കണം. ഏകദേശം ഒരു 3 to 5 minutes എങ്കിലും ബീറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ പൊടിക്കാത്ത ഷുഗറാണ് ഇടുന്നതെങ്കിൽ. പൊടിക്കുന്ന ഷുഗർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. പൊടിക്കാത്ത ഷുഗർ ആണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 3 to 5 minutes എങ്കിലും എഗ്ഗിനോടോ അല്ലെങ്കിൽ യോഗട്ടിനോടോ ചേർത്ത് ബീറ്റ് ചെയ്ത് എടുത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒരു 1.5 കപ്പ് മൈദ നമ്മൾ ആഡ് ചെയ്യുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തു. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഷുഗർ, പൊടിച്ച ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ അരിച്ചെടുക്കണമെന്ന് ഞാനിനി പ്രത്യേകം പറയണ്ടല്ലോ. അതിനുശേഷം ഒരു 1/4 കപ്പ് ആ ബാറ്ററിയിൽ നിന്ന് 1/4 കപ്പ് എടുത്തിട്ട് നമ്മൾ ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിരിക്കുന്നതിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒന്ന് മിക്സായി വരാൻ ഇച്ചിരി പാടുണ്ടായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് ജെന്റ്ലി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ മാർബിൾ കേക്ക് നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ലെയർ ഫോമിൽ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലേ ആ ഒരു ലെയറാക്കി നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കൊക്കോ പൗഡറിന് കയ്പുണ്ടോ എന്നാണ്. അപ്പോൾ ചിലപ്പോൾ കയ്പുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങൾ ഈ ബാറ്ററിൻ്റെ കൂടെ ഷുഗറും ആഡ് ചെയ്യണം. ചില സമയത്ത് നമുക്ക് അത്രയും കയ്പ് തോന്നത്തില്ല. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കുറച്ച് കയ്പുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് ഷുഗറും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, കാരണം 2 ബാറ്ററിലുള്ള ഷുഗർ ബാലൻസ് ആകണം നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കണം. അപ്പോൾ വൺസ് ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ബട്ടറോ ഓയിലോ ഒന്ന് തടവിയിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഇടുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ ലിക്വിഡ് ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ വെച്ച് ഓരോ ബാറ്ററും സെൻറ്ററിൽ ഒഴിക്കുക. അതായത് ആദ്യം 2 സ്പൂൺ വനില ബാറ്റർ ഒഴിക്കുക, പിന്നെ 2 സ്പൂൺ ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കുക. സെൻറ്ററിൽ തന്നെ ഒഴിക്കണേ. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് കുറച്ച് ക്ഷമ വേണം ഇത് ചെയ്യാനായിട്ട്, കാരണം ഇതിൽ എവിടെയെങ്കിലും പണി കിട്ടിയാൽ നമുക്ക് ആ ഒരു മാർബിൾ എഫക്റ്റ് വരത്തില്ല. അപ്പോൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് റൗണ്ടായിട്ട് വരണമെന്നില്ല, സെൻറ്ററിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയാൽ കുഴപ്പമില്ല, പക്ഷേ മേക്ക് ഷുവർ ചെയ്യണം അതിങ്ങനെ കൂടുതലായിട്ട് മിക്സ് ആവരുത്. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ ഒരു രൂപം എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോർഷൻ എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഓരോ വര വരയ്ക്കുമ്പോഴും നിങ്ങളൊരു ടിഷ്യൂ എടുത്തിട്ട് തുടച്ചിട്ടേ വരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ഡിസൈൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററിൻ്റെ അടിയിൽ നിന്നാണ് ഞാൻ വലിക്കുന്നത്, ഒരേ ഒരു വലിയേ വലിക്കാവുള്ളൂ. അപ്പോൾ നോക്കിക്കേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 160°C 35 to 40°C എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് കിട്ടി. അപ്പം നമുക്കിതിനെ തണുക്കാനായിട്ട് വെക്കാം. വൺസ് ഇതൊന്ന് തണുത്ത് കിട്ടുമ്പോൾ നോക്കിക്കേ, അത് താന്നു നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നിങ്ങളിത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം നല്ല കളർഫുള്ളായിട്ട് പാറ്റേൺസിൽ മാർബിൾ കേക്ക്സ് ഉണ്ടാക്കാം.
പല രീതിയിലുണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഒരു കൺവെൻഷണൽ മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വൺസ് ഇത് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ട് ടെക്സ്ചേർഡായിട്ടുള്ള ഒരു കേക്കാണ്. കണ്ടോ? നിങ്ങൾക്ക് ശരിക്കും കാണാമല്ലേ ഒരു സീബ്ര എഫക്റ്റ്. സ്പോഞ്ചിയാണ്, മോയിസ്റ്റിയാണ്, വേറെ നമ്മൾ വെറ്റൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേ. സോ ദിസ് ഇസ് മീ പിങ്കി റോബിൻ സൈനിങ് ഓഫ് ഫ്രം A to Z Art.